ഹലോ, ഞാനിന്നൊരു ബ്രേക്ക്ഫാസ്റ്റും ഒരു സ്നാക്സ് ഐറ്റംസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സിമ്പിളാണ് കേട്ടോ. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. അതിൻ്റെ കലോറി ബ്രേക്ക് ഡൗൺ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ഞാനിവിടെ 2 എത്തുമ്പോൾ എടുത്തേക്കുന്നത് 2 സെർവിങ്സ് ആയതുകൊണ്ടാണ്. ഇത് ടോട്ടൽ സെർവിങ്സിൻ്റെ കാലോറി വന്നിട്ട് 851 ആണ് വരുന്നത്. ഇപ്പോൾ 2 സെർവിങ്സ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഹാഫ് ആയിരിക്കും കാലോറീസ് വരുന്നത്. ഓക്കെ, പിന്നെ ആ കാണുന്ന ആ 6 മുട്ട ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. എപ്പോഴത്തെ പോലെ ഞാൻ വെയ് മെഷീനിൽ വെയ് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. ഇനി ഞാനത് പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഓരോ കപ്പിൻ്റെ ആയാലും പാത്രത്തിൻ്റെ ആയാലും ഞാൻ അതിൻ്റെ വെയിറ്റ് 0 ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ മുട്ട ഞാൻ 2 വലിയ മുട്ട മുഴുവൻ എടുക്കുന്നുണ്ട്. ബാക്കി എല്ലാത്തിനും എഗ് വൈറ്റ് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ നട്ട്സായിട്ട് എടുക്കുന്നില്ല. ഞാൻ ഫ്ലാക്സ് സീഡ് പൊതുവേ എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പഴം വറുക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നോബർ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് മേടിച്ചൊരു നട്ട്സ് ഓഫ് സീഡ് എന്തോ ആണ് കേട്ടോ. അതൊരു 20 ഗ്രാം ഈച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ഗീ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ഞാനിവിടെ ടോട്ടൽ 10 ml ആണ് ഗീ യൂസ് ചെയ്യുന്നത്. പഴം വറുക്കാൻ ഒരു 7.5 മുട്ട ഒഴിക്കുമ്പോൾ ഒരു 2.5 ml ഗീയും എടുക്കുന്നുണ്ട്. പഴം വറുത്തൊരു സൈഡിലാക്കിയിട്ട് ഞാൻ ആ പാത്രത്തിൽ തന്നെ മുട്ടയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ചിക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പഴവും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് എടുക്കും. പിന്നെ ആ നട്ട്സും കൂടെ നിങ്ങൾക്ക് വേറെ ബദാമോ കാഷ്യൂനട്ടോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിതിവിടെ ഫ്ലാക്സ് സീഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് ഞാൻ 2 പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് മാറ്റുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്സായിട്ട്. ഇപ്പോൾ കാലോറി നോക്കുകയാണെങ്കിൽ 851, 47 ഗ്രാം പ്രോട്ടീൻ, 77 ഗ്രാം കാർബ്സ്, 42 ഗ്രാം ഫാറ്റ്സ്, 30 ഗ്രാം ഫൈബർ. ദിസ് ഈസ് ഫോർ 2